മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. 16 ജില്ലകളിൽ സ്ഥിതി അതിരൂക്ഷം. നാന്ദേഡിൽ മേഘവിസ്ഫോടനമുണ്ടായി എന്ന വാർത്തയും വരുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ജീവഹാനി സംഭവിക്കുന്നു എന്ന വാർത്തയൊക്കെ വരുന്നുണ്ടല്ലോ. മഴ തുടരുകയാണോ? തീർച്ചയായും അനുജ, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ ഇന്നും മഴ കനത്ത് തകർത്ത് പെയ്യുന്ന കാഴ്ചയാണ് മുംബൈയിലടക്കം ഉള്ളത്. ഇന്നലെ രാത്രി പൂർണ്ണമായി തന്നെ മഴയായിരുന്നു. ഒരു നിമിഷം പോലും മഴ മാറി നിന്നതായി നമ്മൾ കണ്ടില്ല. ഇന്നിപ്പോൾ രാവിലെ ആകുമ്പോഴും കാഴ്ച ആ തരത്തിൽ തന്നെയാണ്. നഗരം ആകെ വെള്ളക്കെട്ടിൽ മുങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വാഹനങ്ങളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് റോഡിലൂടെ പോകാൻ പോലും അനുഭവിക്കുന്നുണ്ട് എന്നതാണ് അവസ്ഥ. അങ്ങനെ വലിയ ഗതാഗത കുരുക്ക് നഗരത്തിലുണ്ട്. മാത്രമല്ല മഹാരാഷ്ട്രയിൽ ആകെ തന്നെ ഇതാണ് അവസ്ഥ. ഏതാണ്ട് 16 ജില്ലകളിലെങ്കിലും, ആകെയുള്ള ജില്ലകളുടെ എണ്ണം എടുത്താൽ അതിൽ 16 ജില്ലകളിലെങ്കിലും അതിരൂക്ഷമായ സാഹചര്യം ഇപ്പോഴുണ്ട്. മുംബൈ അടക്കമുള്ള ജില്ലകളിലൊക്കെ റെഡ് അലേർട്ടാണ്. നാന്ദേഡിലാണ് സ്ഥിതി ഒരു അല്പം രൂക്ഷമായിട്ടുള്ളത്. അവിടെ പ്രളയ സമാന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെ ഇന്നലെ മേഘവിസ്ഫോടനം നടന്നു എന്നതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. 200ഓളം പേരെ ഇനിയും പലയിടത്തും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് സൈന്യത്തിൻ്റെ സഹായം കൂടി ഈ ഘട്ടത്തിൽ അവിടേക്ക് നാന്ദേഡിൽ പ്രത്യേകിച്ച് ഇപ്പോൾ തേടിയിട്ടുണ്ട്. നാന്ദേഡിന് തൊട്ടടുത്തുള്ള ലാത്തൂർ അടക്കമുള്ള ജില്ലകളിലും ഒപ്പം കർണാടകയുടെ ആ ഭാഗത്ത് അതിർത്തിയോട് ചേർന്നുള്ള ഭാഗങ്ങളിലും ഒക്കെ തന്നെ മുന്നറിയിപ്പുണ്ട്. ലന്തി നദി അത് കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. അങ്ങനെ മുംബൈയിലടക്കം ഇത് തന്നെയാണ് സാഹചര്യം. ഡാമുകളൊക്കെ, മുംബൈയിലേക്ക് വെള്ളം എത്തിക്കുന്ന ഡാമുകളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും വെള്ളം താങ്ങാനുള്ള ശേഷി ഡാമുകൾക്കില്ല. അതുകൊണ്ട് ഡാമുകൾ കൂടി തുറന്നിടുന്ന അവസ്ഥ കൂടി എത്തുന്നതോടെ നഗരത്തിലേക്കുള്ള അവസ്ഥ വളരെ മോശമാണ്. പൂനെയിലടക്കമുള്ള സ്ഥലങ്ങളിൽ, മുംബൈക്ക് പുറത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ ഇതേ അവസ്ഥയാണ് ഇപ്പോൾ തുടരുന്നത്. 6 പേർ ഇതിനോടൊപ്പം തന്നെ ഈ മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചിട്ടുണ്ട്. 6 പേരെ കാണാതായിട്ടുണ്ട് എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്ക്. മുംബൈയിൽ ഇന്നലെ നടന്ന മഴയിലാണ്, ശക്തമായ മഴയിലാണ് 2 പേരുടെ മരണം സംഭവിച്ചത്. അതിൽ ഒരാൾ മതിൽ തകർന്നു വീണും ഒരാൾ മുംബൈയിലെ BKCയിൽ വെള്ളത്തിൽ മുങ്ങിയും മരിച്ചു എന്നതാണ് BMC ഇപ്പോൾ അറിയിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ട്രെയിൻ ഗതാഗതത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇന്നലെയും രാവിലെ ട്രെയിൻ ഗതാഗതത്തെ കാര്യമായി ബാധിച്ചതാണ്. ട്രെയിനുകൾ വൈകി ഓടുന്നുണ്ട്. മുംബൈയുടെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്നത് സബർബൻ ട്രെയിനുകളാണ്. ആ ട്രെയിനുകൾ ഏതാണ്ട് 15-20 മിനിറ്റോളം സമയം വൈകി ഓടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഹാർബർ, സെൻട്രൽ ലൈനിലൊക്കെ തന്നെ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വിമാന കമ്പനികളാവട്ടെ എയർപോർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് വിമാന സർവീസ് ഉണ്ടോ എന്നത് ഉറപ്പാക്കണം എന്നതും അറിയിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വെള്ളക്കെട്ടുണ്ടായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളൊക്കെ പ്രചരിച്ച് നമ്മൾ കണ്ടതാണ്. വിമാന കമ്പനികളും ആ തരത്തിലുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുന്നു. ഏതായാലും മുംബൈ പോലീസ് കമ്മീഷണറുടെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ അനാവശ്യമായ യാത്രകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒഴിവാക്കണം എന്നതാണ് മുംബൈ പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. അതീവ ജാഗ്രതയിലാണ്. 21-ാം തീയതി വരെ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. അനുജ.